ആരൊക്കെ പഴയ ചാർട്ട് പേപ്പേഴ്സ് ഒക്കെ കളയാറുണ്ട്? ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ആരൊക്കെ പഴയ ചാർട്ട് പേപ്പേഴ്സൊക്കെ കളയാറുണ്ട്. നമുക്കിന്ന് ചെയ്യാനുള്ളത് പഴയ ചാർട്ട് പേപ്പർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ടൊരു എലഗൻ ലുക്ക് തോന്നുന്ന ഒരു ടൈപ്പ്, ഇപ്പോൾ ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈപ്പ് ഒരു വാൾ ഡെക്കറാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ പഴയ ചാർട്ട് പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണം. അപ്പോൾ നമുക്ക് ചാർട്ട് പേപ്പർ ആയിരിക്കും കുറച്ച് നല്ലത്, നമുക്ക് എടുക്കാൻ എപ്പോഴും എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമാണ്. പിന്നെ അതല്ല പഴയതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ പോയി വാങ്ങിക്കാം, അധികം പൈസയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അടിപൊളിയായിട്ട് ഇതൊരു ഈ വാൾ ഡെക്കർ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബാംബു സ്റ്റിക്കും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ പോയിട്ട് കാണാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനിതാ പെന്നുകൊണ്ട് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പം ഈ ഒരു ഷേപ്പ് നമ്മൾ ജസ്റ്റ് ഒരു റഫായിട്ട് തന്നെയാണ് കേട്ടോ വരയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതാ ഞാനൊരു 6 പീസോളം ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പേപ്പർ കട്ട് ചെയ്താൽ ബാക്കിയും ആ ഒരു ഇതിൻ്റെ സൈസ് തന്നെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഞാനിതുപോലൊരു ബാംബു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യം ഞാനിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഈ ബാംബു സ്റ്റിക്കും ഒരു സപ്പോർട്ടിന് നമുക്ക് ബാക്കിൽ വെച്ച് മൊത്തമായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ ചാർട്ട് പേപ്പറും നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് വുഡൻ സ്റ്റിക്ക് നമുക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കട്ടെ. അത് ഈ ഒരു പേപ്പറിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ ചാർട്ട് പേപ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകും, ഇങ്ങനെ കാറ്റൊക്കെ തട്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് അതായത് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എല്ലാ പേപ്പറിൻ്റെയും ബാക്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫുള്ള്
നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു മെറ്റലിലൊക്കെ ഒരു എഫക്റ്റ് നമ്മൾ ഫുള്ള് പെയിൻറ്റിങ് കഴിയുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടോ അടിയിൽ ഒരു ഗ്ലൂ സ്റ്റിക്കായിട്ട് അവിടെ അങ്ങനെ സ്റ്റിക്കായി പോയിട്ട് ടേബിളിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ഗ്ലൂ അഥവാ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് വേഗം അതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അതാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ അത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു ടൈമിൽ നിന്ന് വിടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് പേപ്പറും ആണല്ലോ, കീറിപ്പോവല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അത് അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടൈപ്പ് സ്പ്രേ പെയിൻ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഗോൾഡും ബ്ലാക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ നമ്മളിതാ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ഈ കളേഴ്സ് രണ്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ബ്ലാക്കിൽ ഞാൻ കുറച്ചും കൂടെ ഒരു ഗോൾഡ് ചെറിയ രീതിയിലൊന്ന് സ്പ്രേ ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് തന്നെ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ചാർട്ട് പേപ്പർ വെച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വാൾ ഡെക്കർ ഐഡിയ ആണ്, വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഐഡിയാസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പം പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് എന്തായാലും സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ നെക്സ്റ്റ് പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ കാണണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് യൂസ്ഫുൾ ട്യൂട്ടോറിയലും ഒക്കെ ആയിട്ട് തന്നെ വരാം കേട്ടോ. പിന്നെ ഒരുപാട് പേര് കുറേ വീഡിയോസൊക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞതുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഫ്യൂച്ചറിൽ എന്തായാലും ചെയ്യും കേട്ടോ, ടൈം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഉള്ളതിനനുസരിച്ചിട്ട് ഞാൻ മെല്ലെ മെല്ലെ ഓരോന്ന് ചെയ്ത് തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.